നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റവന്യൂ കളക്ട് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞിരുന്നു. അത് ട്രഷറിയിൽ അടയ്ക്കുന്നത്, അതിൻ്റെ അക്കൗണ്ട്സ് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ എക്സ്പെൻഡിച്ചറുകളെ കുറിച്ചാണ്. അതായത് ഈ റവന്യൂ വരുമാനങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെയൊക്കെ ചെലവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ ചെലവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെലവ് നടത്തുന്നതിന് അനുമതി നൽകാൻ ഒരു അധികാരിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഫണ്ടുകൾ ചെലവ് ചെയ്യുമ്പോൾ ആ ചെലവ് നടത്തുന്നതിന് അനുമതി ഉണ്ടായിരിക്കണം. അതിന് ബന്ധപ്പെട്ട അധികാരിയുടെ അനുമതി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത്, അപ്രോപ്രിയേഷൻ ആക്റ്റിൽ തനത് വർഷത്തിൽ ചെലവ് ചെയ്യുന്നതിനുള്ള മതിയായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള അല്ല, ഫണ്ട് വകയിരുത്തിയിട്ടുള്ള ഒരു കാര്യത്തിനു മാത്രമേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുമ്പോൾ നടത്തുമ്പോൾ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടത്, ചെലവ് നടത്താൻ അനുമതി നൽകുന്നതിനുള്ള ഉദ്യോഗസ്ഥന്റെ അധികാരം അയാളുടെ സ്വന്തം കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിനായിട്ട് യാതൊരു കാരണവശാലും വിനിയോഗിക്കാൻ പാടില്ല എന്ന കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുപണം. ഇത് പൊതുപണമാണ്. ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് പൊതുപണമാണ്. ആ പൊതുപണം ഒരു പ്രത്യേക വ്യക്തിയുടെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒരു മതവിഭാഗത്തിൻ്റെയോ പ്രത്യേക ഒരു ഗ്രൂപ്പിൻ്റെയോ ഗുണത്തിനായിട്ട് വിനിയോഗിക്കാൻ പാടുള്ളതല്ല. ഈ പണമൊക്കെ നമ്മൾ ഗവൺമെന്റ് പണം വിനിയോഗിക്കുമ്പോൾ, അത് ചെലവ് ചെയ്യുമ്പോൾ, ഇതൊക്കെ ഉദ്യോഗസ്ഥരാണല്ലോ ഈ ചെലവ് ചെയ്യുന്നതൊക്കെ. ആ ചെലവ് ചെയ്യുന്ന സമയത്ത് തൻ്റെ കൈവശമുള്ള തൻ്റെ സ്വന്തം പണം വിനിയോഗം ചെയ്യുന്ന, ഉപയോഗിക്കുന്ന അതേ രീതിയിൽ വേണം ഗവൺമെന്റ് ഫണ്ടുകളും ചെലവ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ചെലവ് ചെയ്യാൻ ഉത്തരവ് ഇടുമ്പോൾ അതിന് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ട്, വേണം, ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ചെലവിന് അനുമതി നൽകുന്ന ഒരു ഉത്തരവിൻ്റെ പകർപ്പ് സാധാരണഗതിയിൽ ആ അനുമതി നൽകുന്ന അധികാരി അക്കൗണ്ടന്റ് ജനറൽ AGക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ചെലവിന് അനുമതി നൽകാൻ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവിടുന്ന അധികാരി അതിൻ്റെ ഒരു കോപ്പി AGക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ഗവൺമെന്റ് മുഖാന്തരം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി സാങ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി സാങ്ഷൻ ചെയ്യുന്ന ഒരു ചെലവ് ചെയ്യാനുള്ള ഒരു ഉത്തരവ്, അതിൻ്റെ അനുമതിയുടെ ഉത്തരവ്, ആ ഉത്തരവിൻ്റെ 2 കോപ്പികൾ അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതും അതിൽ ഒരു കോപ്പിയിൽ മഷി കൊണ്ട് ഒപ്പിടേണ്ടതുമാണ്. പ്രിന്റ് പോരാ എന്നർത്ഥം. ഉത്തരവിൽ മഷി കൊണ്ട് നേരിട്ട് ഒപ്പിട്ട ഒരു കോപ്പിയും അല്ലാത്ത കോപ്പിയും, അങ്ങനെ ആകെ 2 കോപ്പി AGക്ക് അയച്ചു കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഒരു വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയോ അല്ലെങ്കിൽ ചെലവ് ചെയ്യാനുള്ള കാര്യമോ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 കോപ്പി അയച്ചു കൊടുക്കണം. അതിൽ ഒരു കോപ്പി മഷി കൊണ്ട് ഒപ്പിട്ടതായിരിക്കണം. ആര് മഷി കൊണ്ട് ഒപ്പിട്ടതായിരിക്കണം? ഈ ഉത്തരവ് നൽകിയ അധികാരി. അതായത് ചെലവ് ചെയ്യാൻ വേണ്ടി, എക്സ്പെൻഡിച്ചർ നടത്താൻ വേണ്ടി അനുമതി നൽകുന്ന അധികാരി മഷി കൊണ്ട് ഒപ്പിട്ട ഒരു കോപ്പിയും അല്ലാത്ത ഒരു കോപ്പിയും, മറ്റേ 2ാമത്തെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് ഫോർ പേയ്മെന്റ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി ആ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് അക്കൗണ്ടന്റ് ജനറലിന് വേറൊരു കവറിലിട്ടും അയച്ചു കൊടുക്കേണ്ടതാണ്.
ഇത് നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചെലവുകൾ സർക്കാർ പണം വിനിയോഗിക്കുമ്പോൾ സർക്കാർ പണം ചെലവ് ചെയ്യുമ്പോൾ നടത്തേണ്ട ചില നടപടിക്രമങ്ങൾ നമ്മളുടെ ഫിനാൻഷ്യൽ കോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇത്തരത്തിൽ ചെലവ് എക്സ്പെൻഡിച്ചർ നടത്താൻ വേണ്ടി അല്ലെ ചെലവ് ചെയ്യാൻ അനുമതി നൽകുന്ന ഉത്തരവുകളുടെ ഒരു പ്രാബല്യ തീയതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉത്തരവുകൾ അത്തരത്തിൽ ഉത്തരവുകൾ അല്ലെങ്കിൽ അനുമതി നൽകിയതിന്റെ പ്രാബല്യം എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ ചില ഇതിൽ പറയുന്നത് ചില ഉത്തരവ് തീയതികളെ ഉത്തരവ് പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ചിലത് പ്രാബല്യത്തിൽ വരും. ചില ഉത്തരവുകൾ പ്രത്യേക രീതിയൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിലാണെങ്കിൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. ഇനി വേറെ ഒന്ന്, ഗവൺമെന്റിന്റെയോ അതിന്റെ സബോർഡിനേറ്റ് അധികാരിയുടെയോ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. ചില സംഗതികളിൽ ഈ ഉത്തരവിന്റെ പ്രാബല്യ തീയതി ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം 2021 പുറത്തിറക്കിയ ഒരു ഉത്തരവില് പേ റിവിഷൻ 2001/7/2019 മുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഉത്തരവിനകത്ത് പ്രത്യേക തീയതി എന്നു മുതലാണ് ഇതിന്റെ പ്രാബല്യ തീയതി എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീയതിക്കായിരിക്കും പ്രാധാന്യം. അല്ലാത്തടത്ത് ചിലതില് നമ്മൾ ഗസറ്റ് തീയതി മുതലാണ്, ചിലവില് ഉത്തരവ് തീയതി ഡേറ്റ് ഇട്ട തീയതി മുതലാണ്, ചിലതിൽ നമ്മൾ ഉത്തരവിന്റെ ഒപ്പിട്ട തീയതി മുതലാണ്. അങ്ങനെയാണ് ഓരോന്നിലും വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഒരു ഉത്തരവ് ഒരു ചെലവ് ചെയ്യാനുള്ള ഒരു സാങ്ഷനായി ആ സാങ്ഷൻ എപ്പോഴൊക്കെയാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സാങ്ഷൻ ലാപ്സ് ആകുന്നത് എപ്പോഴൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു പുതിയ ലാപ്സ് ആകുന്ന കണ്ടീഷൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു സാങ്ഷൻ ഇല്ലാതാവുന്നത്, നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സാങ്ഷൻ ലാപ്സ് ആവുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പുതിയ ചാർജിനുള്ള അനുമതി അത് പ്രത്യേകമായി പുതുക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള അനുമതിയുടെ തീയതി മുതൽ 12 മാസ കാലാവധിക്കുള്ളിൽ പൂർണ്ണമോ ഭാഗികമോ ആയി പേയ്മെന്റ് നടത്തിയിട്ടില്ലാത്ത പക്ഷം ലാപ്സായി തീരും. അപ്പോൾ ഒരു അനുമതി അത് പ്രത്യേകമായി പുതുക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി 12 മാസമാണ്. ആ 12 മാസത്തിനുള്ളിൽ അതിന്റെ പേയ്മെന്റ് ഭാഗികമായിട്ടോ ഫുള്ളായിട്ടോ നടത്തിയിട്ടില്ലെങ്കിൽ അത് ലാപ്സായി, പിന്നെ ആ ഉത്തരവില് അതിന്റെ പണം ലഭിക്കുന്നതല്ല. ഇനി സാങ്ഷന് എത്ര കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുമെന്ന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളപ്പോൾ കാലാവധിക്ക് ശേഷമേ അത് ലാപ്സാവൂ. ചില സംഗതികളിൽ ചില ഉത്തരവുകളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഉത്തരവ് തീയതി മുതൽ 2 വർഷത്തേക്ക്. അങ്ങനെ പ്രത്യേകമായിട്ട് കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാങ്ഷൻ ലാപ്സ് ആവുന്നത് ആ ഉത്തരവ് കാലാവധിക്ക് പറഞ്ഞിട്ടുള്ള കാലാവധിക്ക് ശേഷം മാത്രമായിരിക്കും. ഇനി ബഡ്ജറ്റ് വിഹിതത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ചെലവ് വഹിക്കണമെന്ന് അനുമതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ബഡ്ജറ്റ് വിഹിതത്തിലാണ് ഇതിന്റെ ചെലവ് വഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ മാത്രമാണ് അത് ലാപ്സ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് മാർച്ച് 31. ഇനി സ്റ്റോറുകളുടെ പർച്ചേസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സ്റ്റോർ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും സ്റ്റോറിനുള്ള ഒരു ഇതിലാണ് വരുന്നത്. അതിന് സ്റ്റോറുകൾ വാങ്ങുന്ന സംഗതികൾ പർച്ചേസ് നടത്തുന്ന സംഗതികളിൽ ഈ അനുമതി നൽകിയ തീയതി മുതൽ ഒരു വർഷത്തിനുള്ളിൽ സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ ടെൻഡർ സ്വീകരിക്കുകയോ ഇൻഡന്റുകൾ നൽകുകയോ ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് പൂർണ്ണമായോ ഭാഗികമായോ മേൽപ്പറഞ്ഞ കാലാവധിക്കുള്ളിൽ നടത്തിയിട്ടില്ല എങ്കിൽ പോലും അനുമതി ലാപ്സാവില്ല. അതെന്താന്ന് പറഞ്ഞാല് സ്റ്റോറുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഒന്നുകിൽ സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ ടെൻഡർ സ്വീകരിച്ചാൽ ലാപ്സാവില്ല, അല്ലെങ്കിൽ ഇൻഡന്റുകൾ സ്വീകരിച്ചാലും ലാപ്സാവില്ല. അപ്പോൾ അത്തരത്തിൽ സ്റ്റോറുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കൺസെഷൻ ഉണ്ട്. ആ ഒരു കൊല്ലത്തിനകം എന്തുണ്ടായാൽ മതി, ടെൻഡർ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇൻഡന്റുകൾ നൽകുകയോ ചെയ്താൽ അതിൽ പേയ്മെന്റ് നൽകിയിട്ടില്ല എങ്കിൽ പോലും, പണം കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ആ ഉത്തരവ് ലാപ്സ് ആവുന്നില്ല.
ഇനി നമുക്ക് അടുത്തത് ടേം പറയാനുള്ളത് കോൺട്രാക്റ്റിനെ കുറിച്ചാണ്. കരാറുകൾ, പല തരത്തിലുള്ള കരാറുകൾ നമ്മൾ ഈ ചെലവ് എല്ലാം ചെലവുകളുമായി ബന്ധപ്പെട്ട കരാറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന് വേണ്ടി ചെലവുകൾ നിർവഹിക്കുന്ന ഒരു ജീവനക്കാരൻ ഒരു സ്വകാര്യ ഫേമുമായോ ഒരു കരാറുകാരനുമായോ സ്റ്റോറിന്റെ സപ്ലൈക്ക് വേണ്ടിയോ ഒരു ജോലി നിർവഹിക്കുന്നതിന് വേണ്ടിയോ ഒരു കരാറിൽ ഏർപ്പെടുന്നാവുന്നതാണ്. അപ്പൊ കരാറിൽ ഏർപ്പെടുന്നത് ഗവൺമെന്റ് പല വിധത്തിലുള്ള കരാറുകൾ ഏർപ്പെടാൻ പറ്റുന്നത്. ഒന്ന്, പിന്നെ ഒരു ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി കോൺട്രാക്റ്റ് നടത്താം, അല്ലെങ്കിൽ സ്റ്റോറുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പൊ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഒരു കോൺട്രാക്ടറുമായിട്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഒരു സ്വകാര്യ ഫേമുമായിട്ടും നമുക്ക് കരാറിൽ ഏർപ്പെടാം. ആ കരാറിൽ ഏർപ്പെടുന്നത് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ ജീവനക്കാരൻ ആയിരിക്കും. അതിനുള്ള അനുമതി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു സ്വകാര്യ ഫേമുമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിന്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു കരാറുകാരനുമായിട്ട് കരാറിൽ ഏർപ്പെടുമ്പോൾ, ഗവൺമെന്റിന് വേണ്ടി കരാറിൽ ഏർപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, തുറന്ന ടെൻഡറുകൾ ക്ഷണിച്ചുകൊണ്ടായിരിക്കണം കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നത്. അത് പറയേണ്ട, ഞാൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ടെൻഡർ കൊടുക്കണം. ടെൻഡർ കൊടുത്ത് അവര് അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ സംഖ്യകൾ കോട്ട് ചെയ്ത ടെൻഡറുകൾ അത് പൊതുവായിട്ടായിരിക്കും നമ്മൾ തുറക്കേണ്ടത്. ഒരു നിശ്ചിത തീയതിക്കകം ടെൻഡറുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള കോൺട്രാക്റ്റ് നടത്താവുന്നതാണ്. ആ ടെൻഡറുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ടെൻഡറുകൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇനി ഏറ്റവും താഴ്ന്ന തുക രേഖപ്പെടുത്തിയ ടെൻഡർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിന് കാരണം കാണിക്കണം. സാധാരണഗതിയിൽ ഒരു ടെൻഡർ നടത്തുമ്പോൾ അതിലെ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടുള്ള ടെൻഡറാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഏറ്റവും കുറഞ്ഞ തുക കാണിച്ചിട്ടുള്ള ടെൻഡർ ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അതിന്റെ കാരണം കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കരാറ്, ഇനിയിപ്പോൾ വേറൊരു കണ്ടീഷനാണ്. ഇനി കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കരാറിൽ ഏർപ്പെടുമ്പോൾ ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ കരാറ് കൊടുക്കുന്ന സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചെലവുകളുടെ കാര്യത്തിൽ പിന്നെ ഒരു സർക്കാരിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏർപ്പെടുമ്പോൾ ഉള്ള കുറേ കണ്ടീഷനാണ്. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസാണ് ഞാൻ പറയുന്നത്. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു തുറന്ന ടെൻഡർ ആയിരിക്കണം. മറ്റൊന്ന്, ഏറ്റവും കുറഞ്ഞ തുക ടെൻഡറുകാരന് കൊടുത്തില്ല എങ്കിൽ, അയാളെ സ്വീകരിച്ചില്ല എങ്കിൽ അതിന് കാരണം ബോധിപ്പിക്കണം. അടുത്തത്, ഒരു കരാറ് 5 വർഷത്തിലധികമുള്ളതാകുമ്പോൾ ആണെങ്കിൽ 6 മാസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് കരാറിൽ നിന്ന് പിന്മാറുന്നതിന് ഗവൺമെന്റിനുള്ള അധികാരം ആ കരാർ വ്യവസ്ഥയിൽ കാണിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ 5 വർഷത്തിന് മേലെ കാലാവധിയുള്ള ഒരു കരാറാണെങ്കിൽ, ഒരു കരാറിലെ വ്യവസ്ഥകൾ ഏതെങ്കിലുമൊക്കെ തെറ്റിച്ചു ഈ കരാറുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തെ നോട്ടീസ് നൽകിയിട്ട് ഈ കരാറ് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം, ഈ കാര്യം എവിടെ കാണിക്കണം? കരാറിൽ കാണിച്ചിരിക്കണം. ഇനി കരാറുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വസ്തുവകൾ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുള്ളപ്പോൾ അവയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കേണ്ടതാണ്. അപ്പൊ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട കാര്യമാണ്. ഒരു കരാറ് വെക്കുന്ന സമയത്ത് ആ കരാറില് ഗവൺമെന്റിന്റെ വസ്തുവകകൾ കൂടി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ഗവൺമെന്റിന്റെ വസ്തുവകകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ കൂടി ഈ കരാറിൽ വെച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ പലതരത്തിലുള്ള ക്ലെയിമുകളുണ്ട്. ആ ക്ലെയിമുകളുടെ ഡ്യൂ ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ക്ലെയിമുകളുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നൽകേണ്ട തീയതിയാണ് ഡ്യൂ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പണം നൽകേണ്ട തീയതി എന്നാണോ, അല്ലെങ്കിൽ അത് പേയ്മെന്റ് ആകുന്ന തീയതി, അങ്ങനെയൊക്കെ പറയാം. അതിനാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ സാധാരണഗതിയിൽ ഒരു പണം നൽകാവുന്ന തീയതി എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പണം നൽകേണ്ട തീയതി എപ്പോഴാണ് എന്നതാണ് ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളുടെയും ഡ്യൂ ഡേറ്റിന്റെ പറ്റിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ക്ലെയിം അതിന്റെ സാങ്ഷൻ തീയതിയോ അത് പിന്നെ പേയ്മെന്റ് ആകുന്ന തീയതിയോ ഇതിലേതാണ് അവസാനം വരുന്നത്, ആ തീയതിയിലാണ് അത് ഡ്യൂ ആകുന്നത്. മേലപ്പ് ആവശ്യമുള്ള ബില്ലുകളുടെ കാര്യത്തിൽ അങ്ങനെ മേലപ്പ് വെച്ച തീയതിയിലാണ് ഡ്യൂ ആവശ്യമുള്ളത്. ചില ബില്ലുകൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ടി എ ബില്ല് ചിലപ്പോൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടി വരും. അതാണ് മേലപ്പ് എന്ന് പറയുന്നത്, കൗണ്ടർ സൈൻ ആണ്. അപ്പോൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ട കേസുകളിൽ എല്ലാ ബില്ലുകളും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ആ, യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എക്സാം ഡ്യൂട്ടിക്ക് പോയ ഒരു കുറച്ച് ജീവനക്കാരുടെ എക്സാം ഡ്യൂട്ടിക്ക് സൂപ്പർവിഷനായിട്ട് പോയ ജീവനക്കാരുടെ ആ പീരീഡിലെ സറണ്ടർ ബില്ല്, യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ ഇത് ഫണ്ട് രണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ അത് ഏൺ ലീവ് സറണ്ടർ ഉണ്ടെങ്കിൽ അത്തരം ഒരു ബില്ല് തയ്യാറാക്കുമ്പോൾ അത്തരം ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതുണ്ട്. മേലധികാരികൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ കൗണ്ടർ സൈൻ ചെയ്തു വരേണ്ട ബില്ലുകൾക്ക് ആ കൗണ്ടർ സൈൻ ചെയ്തിട്ടുള്ള ഡേറ്റിലാണ് അത് ഡ്യൂ ആകുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം, അലവൻസ് മുതലായവ, അവധി ശമ്പളം, റെക്കറിംഗ് പേയ്മെന്റ് എന്നിവ ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട മാസം കഴിയുമ്പോഴാണ് പേയ്മെന്റ് ഡ്യൂ ആകുന്നത്. ഇപ്പോൾ ഒരു സാലറി, ഡിസംബറിലെ സാലറി എന്ന് പറയുന്നത് ഡ്യൂ ആകുന്നത് ആ മാസം കഴിഞ്ഞാൽ ഉടൻ ഡ്യൂ ആയി. ഡിസംബർ 31 കഴിയുമ്പോൾ അത് ഡ്യൂ ആയി എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഡിസംബർ 31 വൈകിട്ട് ഡ്യൂ ആയി എന്ന് പറഞ്ഞാൽ അർത്ഥം ജനുവരി 1 പിറ്റേ ദിവസം 1-ാം തീയതി തന്നെ അത് ഡ്യൂ ആയി, അത് കൊടുക്കാൻ റെഡിയാണ്, അല്ലെ കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇൻക്രിമെന്റുകളും പ്രൊമോഷനുകളും ശമ്പളത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് വ്യവസ്ഥകളും അങ്ങനെയുള്ള ഇൻക്രിമെന്റുകളുമായ പ്രൊമോഷനുകളായ ബന്ധപ്പെട്ട മാസം അവസാനിക്കുമ്പോഴാണ് ഡ്യൂ ആകുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന് ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ട്. ഓരോ വർഷവും എല്ലാവർക്കും ജീവനക്കാർക്കൊക്കെ തന്നെ ഇൻക്രിമെന്റ് ഉണ്ട്. ആ ഇൻക്രിമെന്റ് നൽകുന്നത് ആ മാസത്തിന്റെ 1-ാം തീയതിയാണ്. 1-ാം തീയതി എല്ലാ മാസത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും ഇൻക്രിമെന്റ് ഇടയ്ക്കുള്ള ഡേറ്റിലല്ല, അത് 1-ാം തീയതി തന്നെയാണ് നൽകുന്നത്. ഇടയ്ക്കുള്ള ഡേറ്റിൽ നൽകുന്ന ഒരേ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സെക്കൻഡ് ഇൻക്രിമെന്റ് അത് കഴിഞ്ഞ് ലഭിക്കുന്ന ചില ആൾക്കാരുടെ അത് ഫസ്റ്റ് ഇൻക്രിമെന്റ് ആയിരിക്കും. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന 1 ഇയർ പ്രൊമോഷൻ ഉള്ളവർക്ക് 1-ാമത്തെ ഇൻക്രിമെന്റ് തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റിലായിരിക്കും കൊടുക്കുക. എന്നാൽ 2 വർഷം പ്രൊബേഷൻ കാലാവധിയുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സെക്കൻഡ് ഇൻക്രിമെന്റ് നൽകുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റിലാവും. ബാക്കി എല്ലാ വർഷങ്ങളിലും ഒരു ഇൻക്രിമെന്റ് നൽകുന്നത് 1-ാം തീയതി തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജൂൺ മാസത്തിൽ ജോലിക്ക് കയറിയ ഒരു ജീവനക്കാരൻ, അയാളുടെ ഇൻക്രിമെന്റ് എല്ലാ കാലവും ജൂൺ 1 തന്നെയായിരിക്കും. വേറൊരു ഓപ്ഷനോ മറ്റൊന്നോ വന്നില്ല എങ്കിൽ, ഓപ്ഷൻ വരുമ്പോൾ മാറാറുണ്ട്, ഓപ്ഷൻ ഇപ്പോൾ ഇല്ല, ഓപ്ഷൻ വരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ മെയ് 31 അയാളുടെ മെയ് 31 വൈകിട്ട് അയാൾ ഡ്യൂ ആയി. അപ്പോൾ ഫലത്തിൽ ആ ഡ്യൂ എന്ന് പറയുന്നത് ജൂൺ 1 ഇൻക്രിമെന്റ് കൊടുക്കാൻ വേണ്ടി ഡ്യൂ ആയി എന്ന് നമുക്ക് പറയാം. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിനുള്ള ക്ലെയിമുകൾ. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് നമുക്കറിയാം, സർക്കാർ ജീവനക്കാര് ചികിത്സ നടത്തുമ്പോൾ ആ ചികിത്സയ്ക്കുള്ള പണം റീഇംബേഴ്സ് ചെയ്യുക, തിരിച്ചു നൽകുക. സർക്കാർ ജീവനക്കാരന് ഗവൺമെന്റ് തിരിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആ മെഡിക്കൽ റീഇംബേഴ്സിനുള്ള ക്ലെയിം എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സ തീരുന്ന തീയതിയിൽ ഡ്യൂ ആകുന്നതാണ് ശരിക്കും. അപ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ കാര്യത്തിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ കുറേ ഫോം ഉണ്ട്. അതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, മെഡിക്കൽ ബില്ലുകൾ വെക്കണം, പിന്നെ സമ്മറി ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഫോമാണ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്.
ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഒപ്പിടണം. അതിൻ്റെ മെഡിസിൻസ് എന്തൊക്കെയാണ് വാങ്ങിയതെന്നുണ്ടാവും, അതിൻ്റെ റേറ്റ് ഉണ്ടാവും, അതിൻ്റെ കെമിക്കൽ നെയിം ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടാതെ ഈ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൽ ഈ പീരീഡ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒന്നുണ്ടാവും. പീരീഡ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതു മുതൽ ഏതുവരെയാണ് ചികിത്സ നടത്തിയത്. അപ്പോൾ ആ ചികിത്സ നടത്തി കഴിഞ്ഞ തീയതി ഫ്രം ടു ഉണ്ടാവും. ആ ടു ഡേറ്റ് ഏതാണോ അന്നാണ് ആ ഡേറ്റ്, പിന്നെ ആ ചികിത്സ തീരുന്ന തീയതി എന്നാണോ ആ തീയതിയിലാണ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഡ്യൂ ആകുന്നത് എന്നാണ് പറയും. ഇനി ട്രാവലിംഗ് അലവൻസിന്റെ TA ക്ലെയിമുകൾ അത് മേലപ്പ് ആവശ്യമുള്ളതായിരുന്നാലും അല്ലെങ്കിലും യാത്ര നടത്തിയ മാസം അവസാനിച്ച ഉടനെ പേയ്മെന്റിന് ഡ്യൂ ആകുന്നതാണ്. സ്കോളർഷിപ്പ്, ഗ്രാൻഡ് ഇൻ എയ്ഡുകൾ അവ ലഭിച്ച മാസത്തിന്റെ അവസാനത്തിൽ പേയ്മെന്റിന് ഡ്യൂ ആകുന്നതാണ്. ഇപ്പൊ സ്കോളർഷിപ്പ് കൊടുക്കണം, ഇപ്പൊ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആണെങ്കിൽ ആ സ്കോളർഷിപ്പ് പിന്നെ ആ ലഭിച്ച മാസത്തിന്റെ അവസാനത്തിൽ പേയ്മെന്റിന് ഡ്യൂ ആകും. ഇലക്ട്രിസിറ്റി ചാർജുകൾ, കെട്ടിട വാടക എന്നിവ പോലെയുള്ള കണ്ടിൻജൻസികൾ അവയുമായി ബന്ധപ്പെട്ട മാസം അവസാനിച്ചാൽ പേയ്മെന്റിന് ഡ്യൂ ആകുന്നതാണ്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ ക്ലെയിമുകൾ പേയ്മെന്റിനായി പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ നടത്തേണ്ടതാണ്. തീയതി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ലോക്കൽ ബോഡിക്ക് ഉള്ള ക്ലെയിമുകൾ, ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ക്ലെയിമുകളാണ് ഞാൻ പറയുന്നത്. അത് പേയ്മെന്റായി പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട ഇത്ര തീയതിക്കുള്ളിൽ നിന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീയതിക്കുള്ളിൽ അതിൽ തന്നെ പേയ്മെന്റ് നടത്തേണ്ടതാണ്. ഇനി തീയതി പറഞ്ഞിട്ടില്ല എങ്കിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായി അത് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതാണ്. അടുത്ത നമ്മൾ പറയുന്നത് പിന്നെ ഏതെങ്കിലും നിയമപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞ ക്ലെയിമുകൾ സാധാരണഗതിയിൽ നിരസിക്കാറാണ്. അപ്പോൾ ഓരോ ക്ലെയിമിനും നമുക്ക് അതിനൊരു നിശ്ചിത കാലാവധി ഉണ്ട്. ആ കാലാവധിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ ആ ക്ലെയിമുകൾ സാധാരണഗതിയിൽ നിരസിക്കുകയാണ് ചെയ്യുക. ഇനി ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി കൂടാതെ അങ്ങനെയുള്ള ഒരു ക്ലെയിമിന്മേലും പേയ്മെന്റ് നടത്താൻ പാടുള്ളതല്ല. അങ്ങനെ കാലാവധി കഴിഞ്ഞ ക്ലെയിമുകളിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. കുടിശ്ശിക ക്ലെയിമുകൾ അനുവദിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അരിയറായിട്ടുള്ള കുടിശ്ശിക വന്നിട്ടുള്ള ചില ക്ലെയിമുകളിൽ നമ്മൾ പണം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള അരിയർ ആരെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിശ്ശിക ക്ലെയിം ഉണ്ടെങ്കിൽ അത് പിന്നെ ബന്ധപ്പെട്ട റെക്കോർഡുകളുമായിട്ട് ഒത്തു നോക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ക്ലെയിം ഉണ്ടോ, കൊടുക്കാനുണ്ടോ, ക്ലെയിമിന് അർഹതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒറിജിനൽ റെക്കോർഡുമായിട്ട് ഒത്തു നോക്കേണ്ടതാണ്. ഇനി നോൺ ഗസറ്റഡ് ജീവനക്കാരാണെങ്കിൽ നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കുടിശ്ശിക ക്ലെയിമിന്റെ പേയ്മെന്റ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഒരു പിന്നെ നോൺ ഗസറ്റഡ് ജീവനക്കാരന് പിന്നെ അങ്ങനെ പിന്നെന്താ പറയണ്ടേ, ഒരു അവരാളുടെ ഒരു കുടിശ്ശിക ക്ലെയിം ചെയ്തു. ആ കുടിശ്ശിക ക്ലെയിം നമ്മൾ ഒറിജിനൽ റെക്കോർഡൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പണം കൊടുക്കാം. അങ്ങനെ പണം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ ഇത് നോട്ട് ചെയ്യണം, രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ അരിയർ ഉണ്ടായിരുന്നു, ആ അരിയർ പിന്നെ അരിയർ ഫോർ ദ പീരീഡ് ഫ്രം ടു എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തതാണ് എന്ന് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ നോൺ ഗസറ്റഡിന്റെ മാത്രം പറയുന്നെന്ന് തോന്നണ്ട. ഗസറ്റഡ് ഓഫീസർമാരുടെ ഇതിൽ അത്തരത്തിലൊരു പ്രശ്നം സർവീസ് ബുക്ക് ഒന്നും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ഗസറ്റഡ് ഓഫീസർമാർക്ക് ഒരു പേയ്മെന്റ് നടത്തണമെങ്കിൽ അത് AGയുടെ ഓതറൈസേഷൻ സ്ലിപ്പ് വന്നതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് AGയുടെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ആര് നോക്കും? AG നോക്കും ഇൻ ദ കേസ് ഓഫ് ഗസറ്റഡ് ഓഫീസർമാർ. അപ്പൊ ഗസറ്റഡ് ഓഫീസർമാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ പോലും AGയുടെ സ്ലിപ്പ് ഉണ്ടായിരിക്കണം. ശമ്പളം എന്നല്ല, ഏത് സംഗതി, ഏത് പിന്നെ പേയ്മെന്റ് ഗസറ്റഡ് ഓഫീസർമാർക്ക് കൊടുക്കുമ്പോഴും അതിന് ഒരു സ്ലിപ്പ്, AGയുടെ സ്ലിപ്പ് നിർബന്ധമാണ്.
ഇനി നമ്മൾ ഈ കുടിശ്ശിക ക്ലെയിമുകളുടെ കാലഹരണ കാലാവധി താഴെ പറയുന്ന പ്രകാരമാണ്. അത് ഓരോ അരിയറിനും കുടിശ്ശിക എത്ര കാലം കഴിഞ്ഞാൽ വരെ ക്ലെയിം ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കുക, ശമ്പളവും മറ്റ് അലവൻസുകളും അവധി ശമ്പളം ഉൾപ്പെടെ പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 5 വർഷമാണ്. ഇപ്പൊ ശമ്പളവും അലവൻസുകൾക്കും അതിന്റെ കുടിശ്ശിക എത്ര കാലം വരെ കൊടുക്കാം? പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 5 വർഷം വരെയാണ് അതിനുള്ള അർഹത ഉള്ളത്. ട്രാവലിംഗ് അലവൻസ് പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 2 വർഷമാണ്. ഈ ടി എയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതി നമ്മൾ ഓഫീസുകളിലൊക്കെ ടി എ കിട്ടുന്ന ട്രാവലിംഗ് അലവൻസ് കിട്ടുന്നത് അലോട്ട്മെന്റ് ആയിട്ടാണ്. ആ അലോട്ട്മെന്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അത് ലാപ്സായി. ആ അലോട്ട്മെന്റ് ലെറ്റർ വന്നിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ടി എ ഒക്കെ മാറുക. അങ്ങനെ അലോട്ട്മെന്റ് ലെറ്ററിന്റെ കാലാവധി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡാ, മാർച്ച് 31. അത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ 1 വർഷം എന്ന് പറയുന്നത്, പക്ഷെ തിയറിറ്റിക്കലി പുസ്തകത്തിൽ 2 വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പെൻഷൻ എങ്ങനെയാണ്? പെൻഷൻ എപ്പോഴാ കാലഹരണപ്പെടുക? പെൻഷന്റെ കുടിശ്ശിക, അതായത് പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 12 വർഷത്തിനുള്ളിൽ പെൻഷന്റെ കുടിശ്ശിക വാങ്ങിയാൽ മതി. ആ പെൻഷൻ 12 വർഷത്തിന് ശേഷം മാത്രമേ അത് കാലഹരണപ്പെട്ട് പോവുകയുള്ളൂ, അത് ലാപ്സായി പോവുകയുള്ളൂ. ഇനി ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ, ഇപ്പം നമുക്കറിയാം ജീവനക്കാരൊക്കെ തന്നെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ പെൻഷനിൽ എന്തെങ്കിലും കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ, അരിയർ ഉണ്ടെങ്കിൽ 12 വർഷത്തിനുള്ളിൽ വരെ ക്ലെയിം ചെയ്യാം. എന്നാൽ ഗ്രാറ്റുവിറ്റി വരുമ്പോൾ ഗ്രാറ്റുവിറ്റി 6 വർഷം വരെയുള്ള ക്ലെയിമിനെ കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ 6 വർഷത്തിന് ശേഷം ക്ലെയിം ചെയ്താൽ അത് കാലഹരണപ്പെട്ടതായിട്ട് കണക്കാക്കും. ഇനി ഗവൺമെന്റിന് നൽകിയിട്ടുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ സംബന്ധിച്ച ക്ലെയിം, അത് പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 3 വർഷമാണ്. പ്രത്യേകമായി സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ഏത് ക്ലെയിമിനും അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് പേയ്മെന്റിന് അർഹതപ്പെട്ട തീയതി മുതൽ 3 വർഷം വരെയാണ് അത്തരത്തിലുള്ള ക്ലെയിമുകൾക്കുള്ള ഒരു അർഹത എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോ ലെങ്തി ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ച് തൊട്ടടുത്ത എപ്പിസോഡിലേക്ക് ഈ 3-ാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് നീളമുള്ള ചാപ്റ്ററാണ്. പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചർച്ച ചെയ്തു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരിക്കലും ക്വസ്റ്റ്യനും ആൻസറും വായിച്ചു പോവുകയല്ല ചെയ്യുന്നത്, അത് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും. എനിക്ക് തോന്നുന്ന ഒരു തവണ തന്നെ കേട്ടാൽ മതിയാവും. അത് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം ഹാളിൽ കാണുമ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ 1-2 തവണ ക്ലാസ് കേൾക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടി കേൾക്കുക. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോസൊക്കെ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് പ്ലേലിസ്റ്റ് എന്ന് കാണാം. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒരു വീഡിയോ വരും. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ് എത്ര എണ്ണം KFCയിൽ ഉണ്ടോ അതെല്ലാം വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനും കേൾക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പ്ലേലിസ്റ്റിൽ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേലിസ്റ്റ് അപ്പോൾ അല്ലെങ്കിൽ 1 കഴിഞ്ഞാൽ 2 എവിടെ, 3, 4 കാണുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രമത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ.